ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ പോവാം. കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ കല്യാണം ഗുരുവായൂർ വെച്ചാണ് നടത്തുന്നത്. ഞങ്ങളിപ്പം ഗുരുവായൂർക്ക് പോവുകയാണ്. പോണ വഴിയുള്ള വിശേഷങ്ങൾ നമുക്ക് പതിയെ കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ മമ്മി. ഹായ് പറഞ്ഞേ. ആ ഫ്രണ്ടിലിരിക്കണത് മമ്മിയുടെ ബ്രദറിൻ്റെ മോനാണ് ആകാശ്. അവൻ എന്നെ എന്തോ പറഞ്ഞ്, അതാണ് ഞാൻ അവനെ തിരിച്ച് കളിയാക്കണുണ്ട്. അതാണ് ഞാൻ ഇത്രയും ചിരിക്കണേട്ടാ. പിന്നെ ഡ്രൈവ് ചെയ്യണത് പപ്പയാണ്. പപ്പയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി ഒരാളും കൂടെ വരാനുണ്ട്. ദേ ഇപ്പം വരും, കണ്ടാ? ഐറിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐറിന. എൻ്റെ വീഡിയോയിൽ കൂടുതലുള്ളതും ഐറിനാണ്. അവൾ എൻ്റെ ഫ്രണ്ടാണേ. അവൾ കയറിയപ്പോൾ തന്നെ എല്ലാവരും കൂടെ അവളെ കളിയാക്കണുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് കല്യാണത്തിന് പോണത്. അങ്ങനെ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കണേട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കിലിരുന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കണുണ്ട്. കാറിൽ പാട്ട് വെച്ചേക്കണ കാരണം കേട്ടാ ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുക്കണത്. ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുമല്ലോ, അതാണ്. എല്ലാവരും ഇതേ പൊളി വൈബിലാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ ഞങ്ങളെല്ലാവരും. ഇതാണ് കല്യാണ പെണ്ണും ചെറുക്കനും. നല്ല രസമില്ലേ, ക്യൂട്ട് കപ്പിൾസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഗോപികയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത്. ഗുരുവായൂർ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, സദ്യ. സദ്യ ശരിക്കും ഒരു വികാരം തന്നെയാണ് അല്ലേ? ആ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി കുഴച്ചങ്ങാട് കഴിക്കണം. ഓഫ്. ഞാൻ ശരിക്കും നോൺ വെജ് ലവറാണ്, പക്ഷേ എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അങ്ങനെ ഞങ്ങള് ഫുഡടിയും കഴിഞ്ഞ് ദേ റെസ്റ്റ് എടുത്തിരിക്കുവാണ് കേട്ടോ. 3 പേരും പായസമൊക്കെ കുടിച്ച് മന്ദിച്ചിരിക്കണേണ്. ആ കഥയും പറഞ്ഞിരിക്കണേരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ ആകാശിന് ഭയങ്കര നാണുപോയി. ആകാശിന്റെ ഫേസ് പോണണ്ട. അതും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവനെ കളിയാക്കണേരുന്നു. അവൻ പറയണേ നീ വീഡിയോ ഒന്നും ഇടല്ലേട്ടാത്. പിന്നെ ദേ പെണ്ണും ചെറുക്കനും പോകാനുള്ള ടൈമായി. ദേ അതാണ് എൻ്റെ പപ്പ ഓടിക്കളഞ്ഞത്. എന്നാ പിന്നെ അവര് പോയിട്ട് ഇറങ്ങാന്നും പറഞ്ഞ് നിൽക്കണേരുന്നു ഞങ്ങള്. അതാണ് പെണ്ണിന്റെ ഫാമിലി.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടാ. ഞങ്ങളവിടെ അകത്തോട്ടൊന്നും കയറിയില്ല. ഞങ്ങൾ പുറത്ത് നിന്നെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഈ ഇട്ടേക്കണത്. നമുക്ക് അകത്തോട്ട് കയറാൻ പാടില്ലല്ലോ. അപ്പോൾ ദേ ഐറിനും പപ്പയും കൂടെ കേട്ടോ ഫ്രണ്ടിൽ നടന്നു പോണത്. ഞാനും ആകാശും കൂടെ ബാക്കിൽ നടക്കണമായിരുന്നു. മമ്മി അകത്തോട്ട് വന്നില്ല. മമ്മിക്ക് നടക്കാൻ വയ്യെന്നും പറഞ്ഞ് മമ്മി അവിടെ ഇരുന്ന്. എന്നാൽ പിന്നെ ഞങ്ങൾ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങി നടന്നതാ. അപ്പം ഇത് സിനിമയിലൊക്കെ അല്ലേ നമ്മൾ ഈ ഗുരുവായൂർ അമ്പലമൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര ഒരു കാമായിട്ടുള്ള, എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്ക്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.